ഹലോ. ഹലോ, രഞ്ജിത്തല്ലേ? ഓ, നാളെ രാത്രി കൃത്യം 9 മണിക്ക് നീ ഒരു കൊലപാതകം ചെയ്യും. ആരടാ ജാതി? നീയാണോടാ ഈ രഞ്ജിത്ത്? ആ, നിനക്ക് ഈ ആകാശിനെ അറിയാമോടാ? നീ കൂടുതൽ ആലോചിക്കുന്ന വേണ്ടടാ. അവ എൻ്റെ അനിയനാ. എൻ്റെ ചെറുക്കൻ കഴിഞ്ഞ 3 മാസമായിട്ടേ നിൻ്റെ അടുത്ത ട്രെയിനിങ്ങിന് വരുന്നത്. ഇന്നലെ ചെറുക്കൻ വീട്ടിൽ വന്നപ്പോൾ നെറ്റിയിലൊരു മുറിവ്, 4 സ്റ്റിച്ചാ. ചേട്ടാ അത് അവൻ ശ്രദ്ധിക്കാതെ ഒന്ന് ചാടിയപ്പോഴത്തേക്ക് കാലൊന്ന് സ്ലിപ്പായതാ. അതെങ്ങനെ രഞ്ജിത്തെ ശരിയാവും? നിന്നെ വിശ്വസിച്ചല്ലേ എൻ്റെ ചെറുക്കനെ പഠിക്കാൻ നിൻ്റെ അടുത്തോട്ട് വിട്ടത്. ഇത്രയും കാലം എൻ്റെ ചെറുക്കനെ ഞാൻ ഒരു പോർലൂവിൽ ഏൽപ്പിക്കാതെ വളർത്തിയത്. ഇത് ഞാനങ്ങ് പോട്ടെന്ന് വയ്ക്കും. പക്ഷെ രഞ്ജിത്തെ, ഇനി ഇത് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെയും അവസാനത്തെ വാണിംഗ് ആയിരിക്കും. ഹലോ. ശ്രദ്ധിച്ച് കേൾക്ക്. നാളെ രാത്രി കൃത്യം 9 മണിക്ക് നിന്റെ വീട്ടിൽ ഒരു കൊലപാതകം നടക്കും. കൊലപാതകോ? ഹലോ, ആരടാ നീ? പേടിക്കണ്ട, ആ കൊലപാതകം ചെയ്യുന്നത് നീ ആയിരിക്കും. കൊള്ളാം, പേടിച്ച് ഒന്ന് വച്ചിട്ട് പോടാ. രാവിലെ നിന്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരുന്നു. നീ ചറുക്കി അടിച്ച് വീണത് ഞാൻ എന്ത് ചെയ്തടാ? വേഷ കിട്ടിക്കാണ്. ആർക്ക്? എനിക്കാ? അവൻ്റെ ദേഹത്ത് തൊട്ടില്ലല്ലോ. അത് താമസിക്കാതെ കിട്ടിക്കോളൂ. എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരിക്കാൻ നിൽക്കണ്ട. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇനി തൊട്ട് പൂളിലെടുത്ത് ചാടാൻ നിൽക്കണ്ട. അതിലേക്ക് സ്റ്റെപ്പ് വഴി അങ്ങ് ഇറങ്ങി പോയാൽ മതി കേട്ടാ. ഹലോ. തയ്യാറെടുത്തോളൂ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിനക്ക് ആ കൊലപാതകം ചെയ്യാൻ. അതെ, നിങ്ങൾ നമ്പർ മാറി വിളിക്കണമെന്നാണ് തോന്നുന്നത്. ആദ്യം നമ്പർ എടുത്ത് നോക്കി വിളി. ഇല്ല രഞ്ജിത്തെ, എനിക്ക് ആള് മാറിയിട്ടില്ല. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു കഥ പറയാം. കുറച്ചു വർഷം മുന്നേ നിന്റെ കണ്ണിൽ പെട്ടൊരുത്തൻ മുങ്ങി മരിച്ചത് നീ ഓർക്കുന്നു? ഒന്നും ചെയ്യാതെ നോക്കി നിന്നില്ല നീ എന്ന് ഓർക്കുന്നുണ്ടോ? ശരിക്കും നിങ്ങൾ ആരാ? ഞാൻ ആരെ കൊല്ലുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹലോ ഹലോ. ഇതിലിപ്പോൾ ആലോചിക്കാൻ ഒന്നുമില്ലടേ. നീ ആർക്കാ പണി കൊടുത്ത് അവരതേപോലെ നിനക്ക് പണി തരണം, അത്രേ ഉള്ളൂ. അല്ലടാ, ഞാൻ ആദ്യം കളിയായിട്ട് തന്നെ വിചാരിച്ച, പക്ഷെ അവസാനം വന്ന കോൾ അങ്ങനെയല്ല. അവസാനം വന്ന് കോൾ എന്ത് കുഴപ്പം? എടാ, ഈ ലോകത്ത് നിനക്ക് പോലും അറിഞ്ഞുകൂടാത്ത എനിക്ക് മാത്രം അറിയാന്നുള്ള ഒരു രഹസ്യമുണ്ട്. അതെന്താ രഹസ്യം? എടാ, ഞാൻ എങ്ങനെ നീന്തൽ ഓടിച്ചെന്ന് നിനക്കറിയാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വഴിയെ നടക്കുകയായിരുന്നു. തൊട്ടടുത്ത കുളത്തിൽ ആരോ ഒരാൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അയാളെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് നീന്താൻ അറിഞ്ഞൂടായിരുന്നു. ഞാൻ തൊട്ടടുത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടാന്നൊക്കെ ശ്രമിച്ചു. പക്ഷെ അന്നത്തെ ദിവസം അവിടെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഞാൻ. നിനക്കറിയാമോ, ലാസ്റ്റ് വിളിച്ച കോളിൽ ഈ കഥ അവൻ എന്നോട് പറഞ്ഞു. എടാ എടാ അതവിടെ കണ്ടോണ്ടിരുന്ന ആരെങ്കിലും ആണെങ്കിലും? അല്ലടാ, അന്ന് അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ അന്ന് എത്ര ഒച്ചയ്ക്ക് കിടന്ന് അവിടെ നിലവിളിച്ചെന്നറിയാമോ? നീ ടെൻഷൻ അടിക്കാതെ രഞ്ജിത്തെ. എന്തായാലും 9 മണിക്ക് നീ ആരെ കൊല്ലുന്നല്ലേ പറഞ്ഞേക്കുന്നേ. എന്തായാലും 9 മണിക്ക് മുന്നേ നിന്നെ വിളിക്കാതിരിക്കത്തില്ല.
എന്നെ വിളിക്കുമ്പോൾ നീ എന്തായാലും റഫായിട്ട് സംസാരിക്കും. റഫായിട്ട് സംസാരിച്ച് കള. നിശബ്ദം കരയുന്നു എൻ ചെവിക്കുള്ളിൽ. ചുമരുകൾ ചിരിക്കുന്നു, നിഴലുകൾ വിളിക്കുന്നു. കണ്ണാടിക്കുള്ളിലെ ഞാൻ പേര് മറന്നു പോകുന്നു. പൂട്ടിയ വാതിലിൻ പിന്നിൽ അവൻ നടക്കുന്നു. എന്നിഴൽ പോലും ഇന്ന് എന്നെ ഭയക്കുന്നു. ഇതിനൊക്കെയുള്ള സമയം ഏകദേശം ആയി വരുന്നു. ഉറക്കമില്ലാത്ത കണ്ണിൽ ചന്ദ്രൻ പൊള്ളുന്നു. ഞാൻ മറച്ച സത്യങ്ങൾ രാത്രി വിളിച്ചു പറയുന്നു. കൂടുതൽ ചിന്തിക്കാതെ നീ നിന്റെ പ്രവൃത്തി ചെയ്യും. കൊല്ലു നീ. ആരെ കൊല്ലുന്ന കാര്യമാടാ നീയൊക്കെ പറയുന്നേ? കൊല്ലൂടാ, നിന്റെ തന്തയെ ഞാൻ കൊല്ലും. ചൂടാവാതെ രഞ്ജിത്തെ, നീ കൊല്ലാത്തവനൊന്നുമല്ല. നീ ഒരു കൊലപാതകിയല്ലേ 3 വർഷം മുമ്പ്. നിർത്തടാ. എത്ര കാലോടാ നീ ഇതും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നേ? സ്വന്തം കൺമുന്നിൽ ഒരുത്തൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാവുമ്പോ നോക്കി രസിച്ചവനാ നീ. വേണ്ട, നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ. കുറ്റപ്പെടുത്തരുതെന്നു. സ്വന്തം കൺമുന്നിൽ ഒരുത്തൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ നിന്നവനെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? അല്ല, അറിഞ്ഞുകൊണ്ടല്ല, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നോക്കി. അന്ന് എല്ലാവരും ഞാൻ വിളിച്ചു കൂട്ടാൻ ശ്രമിച്ചു. എൻ്റെ ഗതികേട്. അന്നത്തെ ദിവസം അവിടെ ആരും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് നീന്തൽ പറഞ്ഞുകൂടായിരുന്നു. ഇന്ന് നീ നീന്തൽ പഠിച്ചു. ഒരുപാട് പേർക്ക് നീന്തൽ പഠിപ്പിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് നിനക്കത് മുന്നേ കഴിഞ്ഞില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ നിനക്ക് രക്ഷിച്ചുകൂടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ മനഃപൂർവ്വം ആരെ കൊന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ നീ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല. നീ തന്നെയാണ് തെറ്റുകാരൻ. നീ ഒരു കൊലപാതകിയാണ്. വേണ്ട വേണ്ട, ഇനി നീ ഇത് പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലും. അപ്പൊ നീ കൊല്ലും. അപ്പൊ നീ കൊലപാതകല്ലടാ. കൊല്ലൂടാ, നിന്നെയും കൊല്ലൂടാ. കൊല്ലടാ. ഇനി നീ എന്നെ ഒരു വട്ടം കൂടെ കൊലപാതകം എന്ന് പറയുകയാണെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലൂടാ. കൊലപാതകി കൊലപാതകി കൊലപാതകി. എന്നെ ചാവടാ. ചുമരുകൾ ചിരിക്കുന്നു, നിഴലുകൾ വിളിക്കുന്നു. കണ്ണാടിക്കുള്ളിലെ ഞാൻ പേര് മറന്നു പോകുന്നു. കൊന്നു ഞാൻ.